നമ്മുടെ നാട്ടിലുള്ള ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എന്തെടുക്കുകയാണ് അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലക്ക് അതിൻ്റെ ധർമ്മം കോൺഗ്രസ് നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. ഇതിന് പശ്ചാത്തലമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം, PV അൻവറിനെ ഇപ്പോൾ പിന്തുണക്കാനായിട്ട് കോൺഗ്രസ് തീരുമാനിച്ചു. നല്ല കാര്യം, കാരണം PV അൻവറിനെ പിന്തുണക്കേണ്ടി വരും. കാരണം അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങൾ അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അങ്ങനെ പിന്തുണക്കുമ്പോൾ രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, PV അൻവറിനെ പിന്തുണക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ പ്രാധാന്യമുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ, PV അൻവർ നേരത്തെ CPM-നോടൊപ്പം ഒരു സ്വതന്ത്ര MLA ആണ്. അപ്പോൾ അദ്ദേഹം പറയുമ്പോൾ കുറച്ചുകൂടി ഒരു കൃത്യമായ അറ്റൻഷൻ മാധ്യമങ്ങളുടെയൊക്കെ കിട്ടും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനോ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ K സുധാകരനോ ഇനി കുഞ്ഞാലിക്കുട്ടിയോ ഷിബു ബേബി ജോണോ NK പ്രേമചന്ദ്രനോ ഒക്കെ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു മൈലേജ് കിട്ടും. അതുകൊണ്ട് ഏറ്റവും ആദ്യം കൃത്യമായി ഈ PV അൻവറിനെ മുന്നിൽ നിർത്തുന്നത് നല്ലതാണ്. അത് രാഷ്ട്രീയ നീക്കം എന്നുള്ളതൊക്കെ നല്ലതാണ്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് PV അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്. ഒന്ന്, മണി എന്ന് പറയുന്ന ഒരാൾ, വളരെ ഒരു ആദിവാസി ഗോത്ര സമൂഹങ്ങളിൽ നിന്ന് വരുന്ന ഒരാൾ, കാട്ടിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരാൾ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ആന ചവിട്ടി കൊന്നതാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് നിങ്ങൾ അറിയണ്ടേ? കൊല്ലപ്പെട്ടത് അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ ആന വരുന്നു എന്നറിയുമ്പോൾ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആനയുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിച്ച്, നമ്മൾ പുലിമുരുകൻ സിനിമയിലൊക്കെ കണ്ട പോലെ സ്വന്തം മക്കളെ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ സ്വയം ബലി കൊടുക്കുന്നത് പോലെ ഇദ്ദേഹം സ്വന്തം ആനയുടെ ശ്രദ്ധ ആകർഷിച്ച് മരണത്തെ വരിക്കുകയായിരുന്നു എന്നുള്ളത് നിങ്ങൾ അറിയണം. ഇത് സംഭവിക്കുന്നത് രാത്രി ഏതാണ്ട് 6:30-ക്കാണെങ്കിൽ അവിടെ നിന്ന് ഈ മൃതദേഹം വന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് 11 മണിക്കാണ്. പിറ്റേ ദിവസം രാവിലെ 11 മണിക്കാണ് ഇത് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നത്. ഇതൊന്നും ആദ്യമായി നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതല്ല. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 9 ദിവസത്തിനകം 6 പേർ ഇതുപോലെ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ, മൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി 20-ലധികം ആളുകൾ നമ്മളിവിടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം നമ്മൾ കാണണ്ടേ? എന്താണ് പരിഹാരമെന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇത് ഏറ്റെടുക്കുന്നുണ്ടോ? ഇതിപ്പോൾ മാത്രമല്ല, വണ്ടിപ്പെരിയാറിൽ ഒരു ലയങ്ങളിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടി 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ഒരു ഭ്രാന്തൻ പീഡിപ്പിച്ച് കൊന്നതിന് ശേഷം ആ പെൺകുട്ടിയുടെ അന്വേഷണം നടത്താൻ പോലീസ് ഉദ്യോഗസ്ഥനെത്തിയത് പിറ്റേ ദിവസം, അതായത് ഇപ്പോൾ ഒരു 12 മണിക്കൂർ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് എന്നറിയുമ്പോൾ ഒരു DYSP ചെന്നതെന്നും ആ സമയത്തേക്ക് അവിടെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടുവെന്നും ഒക്കെ നമ്മൾ അറിയുമ്പോൾ നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? കാരണം ഇത്തരത്തിൽ സാധാരണക്കാരായ ദളിത്, ആദിവാസി, പിന്നോക്ക വിഭാഗങ്ങളെയൊന്നും നമ്മൾ മനുഷ്യരായി പോലും യഥാർത്ഥത്തിൽ പരിഗണിക്കുന്നില്ല. ഇനി ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇതിനെതിരെ ഏറ്റവും വലിയ രൂക്ഷമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ആരാണ്? നിങ്ങൾ PV അൻവർ എന്ത് ചെയ്തു? ഇത് ഉയർത്തി കാണിച്ചപ്പോൾ നിങ്ങൾ പിന്താങ്ങി, നല്ല കാര്യം. പക്ഷെ അതിനേക്കാൾ വലുത് PV അൻവറിൻ്റെ ഒരു സമരം ഏറ്റെടുക്കാൻ കഴിയുന്നതിന് ഒരു പരിമിതിയുണ്ട്, ഒരു പരിധിയുണ്ട്. ആ പരിധി ഉള്ളത് കൊണ്ട് തന്നെ ഈ സമരത്തെ ഒരു ഓൾ കേരള ലെവലിലുള്ള ഒരു സമരമാക്കി മാറ്റാൻ ഏറ്റവും കൂടുതൽ കഴിയുന്നത് യൂത്ത് കോൺഗ്രസിനും അതുപോലെ കോൺഗ്രസിനും മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികൾക്കല്ലേ. നിങ്ങളത് ഏറ്റെടുക്കുന്നുണ്ടോ? കേരളത്തിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പോണത്, ഇനി ഒരു 4-5 മാസവും കൂടി ഇതുപോലെ സുഖമായിരുന്നതിന് ശേഷം ഏറ്റവും ഒടുവിലത്തെ 5-6 മാസങ്ങളിൽ മാത്രം നിങ്ങൾ സമരവും പ്രക്ഷോഭവുമായി പുറത്തേക്കിറങ്ങും. കാരണം അപ്പം ജനങ്ങളൊക്കെ ഓർക്കുമല്ലോ. ആ സമരവും പ്രക്ഷോഭം മാത്രം മതി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾ മൂഢസ്വർഗത്തിലാണ്. സിദ്ധാർത്ഥൻ്റെ കൊലപാതകത്തിൽ പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ ഒരു 500 പേരുടെ പ്രതിഷേധ പ്രകടനം നടത്താൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. നിങ്ങൾ ഒരു വിഷയത്തിൽ പോലും ഗവൺമെൻറ്റിനെ പിന്നോട്ടടിപ്പിക്കുന്ന ഒരു സമീപനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് VD സതീശനോടും രമേശ് ചെന്നിത്തലയോടും ഒക്കെ പറയാനുള്ളത്, രമേശ് ചെന്നിത്തല സ്പ്രിംഗ്ലർ വിഷയത്തിൽ ഒരു നിലപാടെടുക്കുകയും ഏറ്റവും ഒടുവിൽ ഗവൺമെൻറ് അതിൽ പുറകോട്ട് പോവുകയും ചെയ്യേണ്ടി വന്നു. നമുക്കറിയാം, നരേന്ദ്രമോദിക്കെതിരെ കർഷകർ നടത്തിയിട്ടുള്ള പ്രക്ഷോഭത്തിൽ ഏറ്റവും ഒടുവിൽ ആ ബില്ല് വലിച്ചെറിഞ്ഞ് ഗവൺമെൻറ്റിന് ഓടേണ്ടി വന്നു. കായിക താരങ്ങൾ, ഗുസ്തി താരങ്ങൾ നടത്തിയിട്ടുള്ള സമരത്തിലും ഗവൺമെൻറ്റിനൊടുവിൽ പിന്നോക്കം പോകേണ്ടി വന്നു. പക്ഷെ കേരളത്തിൽ ഏത് സമരമാണ് പിണറായിക്കെതിരെ നടത്തിയിട്ട് വിജയിച്ചിട്ടുള്ളത്? സ്പ്രിംഗ്ലർ അങ്ങോട്ട് മാറ്റിവെച്ചാൽ, സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന ഒരു കാര്യം താൽക്കാലികമായി വന്നതാണ്. അത് രമേശ് ചെന്നിത്തല അന്ന് നടത്തിയിട്ടുള്ള വലിയ ഇടപെടൽ മൂലം അതിൽ നിന്ന് ഗവൺമെൻറ് പിൻവാങ്ങി. വേറെ ഏത് കാര്യത്തിൽ നിന്നാണ് ഗവൺമെൻറ് പിൻവാങ്ങിയിട്ടുള്ളത്? ഇനി അടുത്ത പ്രശ്നം വരികയാണ്, ഈ വനപാലകർക്ക് വേണ്ടിയിട്ട് അമിതാധികാരം കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നം PV അൻവർ ഉയർത്തി കാണിക്കുന്നു. PV അൻവറിനെ പിന്തുണക്കുന്നത് ആരാണ്? നമുക്കറിയാം, മലയോര കർഷകരിൽ മഹാഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ വിഭാഗക്കാരാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സഭകളടക്കമുള്ള നിരവധി ആളുകൾ PV അൻവറിനെ പിന്തുണക്കുന്നു. ഈ പ്രശ്നം ഏറ്റെടുക്കാൻ കോൺഗ്രസ് ഇത്ര മടിക്കുന്നത് എന്താണ് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്.
ഇപ്പം തന്നെ PV അൻവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. 7000 ഓഫീസേഴ്സാണ് ഫോറസ്റ്റ് ഉള്ളതെങ്കിൽ അതിൽ 75 IFSകാരുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 93 പേർക്ക് ഒരു IFSകാരൻ എന്നുള്ളതൊക്കെയാണ് റേഷ്യോ. ഇത്രയും IFSകാരും ഇന്ത്യൻ ഫോറസ്റ്റ് ഓഫീസേഴ്സും നമുക്കെതിരാണ്. ഇത് പറയുമ്പോൾ 5,10,000-ഓളം വരുന്ന ആളുകൾ പോലീസിലുള്ളപ്പോൾ ആ പോലീസിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1275 പേർക്ക് ഒരു IPSകാരെന്നാണ്. കാരണം 400-ലധികം വരുന്ന IPSകാരെ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ വലിയ ഉദ്യോഗസ്ഥന്മാരെ വലിയ ശമ്പളം കൊടുത്തുകൊണ്ട് എന്തിനാണ്, അതും വലിയ തോതിൽ കൈക്കൂലി മേടിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്നത് എന്തിനാണ്? ഇതൊക്കെ പറയാൻ PV അൻവറിന് എന്താണ് അർഹത എന്നുള്ളത് ചോദിക്കുന്നവരുണ്ടാവാം. PV അൻവറിന് അർഹതയില്ലെങ്കിൽ നിങ്ങൾ PV അൻവറിനെതിരെ നടപടിയെടുക്കൂ, നമുക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള ഒരു വിഷയം നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷം പോലും ഏറ്റെടുക്കാത്തത് എന്താണെന്നുള്ളതാണ്. RSP ഉണ്ട്, ഈ പറയുന്ന മുസ്ലിം ലീഗ് ഉണ്ട്, അതുപോലെ CMP ഉണ്ട്, CP ജോണിൻ്റെ, കോൺഗ്രസ് ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്. ഇങ്ങനെ എത്ര സംഘടനകളുണ്ട്, ഒരാളും ഏറ്റെടുക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഒടുവിൽ 6 മാസത്തേക്ക് സമരം ചെയ്യാനിരിക്കുകയാണെങ്കിൽ VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുക്കാതിരിക്കുകയും നിങ്ങൾ സമസ്തയുടെയും NSSൻ്റെയും SNDPയുടെ ഒക്കെ പുറകെ നടന്നുകൊണ്ട് മാത്രം കേരളത്തിൽ അങ്ങോട്ട് വോട്ട് കിട്ടും എന്ന് നിങ്ങൾ ആരും ധരിച്ചു കളയരുത്. അവസാനത്തെ 4 മാസം ഒരു പ്രക്ഷോഭം ഉണ്ടായാലും വോട്ട് കിട്ടുമെന്ന് ധരിച്ചു കളയരുത്. ഏറ്റവും ഒടുവിലത്തെ 6 മാസം ഈ ജനവിരുദ്ധ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം തന്നെ ആളിക്കത്തി ഞങ്ങൾ പാർലമെന്റിൽ ജയിച്ചതുപോലെ ജയിച്ചേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ അടിത്തറ ഇളകുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ. കാരണം BJP എന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ട്. ആദ്യം 5%, പിന്നെ 10%, പിന്നെ 15%, ഇപ്പം ഏറ്റവും ഒടുവിൽ 20%, 25-30% അവരെത്തുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കൂടി സീറ്റുകൾ കിട്ടും. വോട്ടുകൾ, ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്ന അവസ്ഥയുണ്ടാവും. ഏറ്റവും ഒടുവിൽ വലിയ തോതിലുള്ള സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ വർധനവ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള പ്രത്യേക സ്കീമുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ലഡ്കി ബഹൻ യോജന പോലെയുള്ള അതെല്ലാം വന്ന് കോൺഗ്രസ് താറുമാറാകാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ PV അൻവറിനെ മുന്നിൽ നിർത്തിയാണെങ്കിൽ പോലും കേരളം ഒട്ടുക്കി പ്രക്ഷോഭം ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഈ വനപാലകർക്ക് അമിതാധികാരം കൊടുക്കുന്ന ബില്ലിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറൂ. അല്ലാതെ നിയമസഭയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പാസ്സാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഈ പാസ്സാകുന്ന നിയമത്തിനെ കുറിച്ച് കൃത്യമായി പഠിക്കാനും അതിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ഭേദഗതികളെങ്കിലും നിർദ്ദേശിക്കാനും കോൺഗ്രസ് തയ്യാറാകണം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഇത്തരത്തിലുള്ള ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു 10 ലക്ഷം രൂപ എടുത്തു കൊടുത്താൽ പ്രശ്നം തീരുമെന്ന് പറയരുത്. 10 ലക്ഷം രൂപ ഈ ഒരാൾ കൊല്ലപ്പെട്ടതിൻ്റെ പുറത്താണ് അവിടെ DFOയുടെ ഓഫീസിൽ കയറി ചില ആക്രമണ സംഭവങ്ങൾ ഉണ്ടായത്. ആക്രമണത്തെ നമ്മൾ ന്യായീകരിക്കുന്നൊന്നുമില്ല. പക്ഷെ പ്രധാനപ്പെട്ടൊരു വിഷയം, ഈ നാട്ടിൽ നിരവധി ആളുകൾ ഇതുപോലെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, വയനാടും നിലമ്പൂരും പോലെയുള്ള സ്ഥലങ്ങളിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവന് പുല്ല് വില കൽപ്പിക്കുന്ന മധു എന്ന് പറയുന്ന ഒരുത്തൻ റൊട്ടിക്കഷ്ടം മോട്ടിച്ച് കഴിച്ചതിന് അവനെ തല്ലിക്കൊന്നിട്ട് അവനെ കേസ് നടത്താൻ പോലും ഒരു താല്പര്യവും കാണിക്കാത്ത ഗവൺമെൻറ്റിനോട് നിങ്ങൾ പാവപ്പെട്ടവനും സാധാരണക്കാരനും അധകൃതർക്കും വേണ്ടി നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റല്ല. CPM അടിമുടി മാറിയിരിക്കുന്നു. CPM ഒരു വലിയ ബൂർഷ പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. പക്ഷെ അതിന് കിടപിടിക്കുന്ന അല്ലെങ്കിൽ അതിനോടനുസരിച്ച് തലോടിക്കൊടുക്കുന്ന ഒരു പ്രതിപക്ഷമാണ് ഇവിടെ ഉള്ളത്. യഥാർത്ഥത്തിൽ PV അൻവർ ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ PV അൻവർ ഉയർത്തുന്നതിന് മുൻപേ പ്രതിപക്ഷം ഉയർത്തേണ്ട പ്രശ്നങ്ങളാണ്. അതിനുവേണ്ടി വലിയ പ്രക്ഷോഭം നടത്തേണ്ട UDF ആണ്. ഇതിനൊന്നും തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ 2026 സ്വപ്നം കണ്ട് മുഖ്യമന്ത്രി കസേരക്ക് അടികൂടിയിട്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് VD സതീശനോടും രമേശ് ചെന്നിത്തലയോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്.